കട്ടിക്കും മണി വ്യത്യാസത്തിന് സ്റ്റിയറിംഗ് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാ മതി. നമ്മൾ ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാല്ലാ പഠിച്ചോനെ നിങ്ങള് കാത്തോളി. ഇഞ്ചിനെങ്ങനെ പറക്കാണ്. ഏത് നമ്മളെ എയറോപ്ലെയിൻ വിട്ടേക്ക. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ മുൻഭാഗമാണ് ഈ തകർന്നു കിടക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. നിരവധി വാഹനങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ അപകടത്തിൽപ്പെട്ടതാണ്. അതിന് പുതുപ്പള്ളിയിലെ ഓട്ടോ ഡ്രൈവേഴ്സ് എല്ലാം കൂടെ ബസ് സ്റ്റാൻഡിന് മുന്നിലുള്ള അവരെല്ലാം കൂടി ഒരു ചാക്ക് സിമെൻറ്റ് മേടിച്ച് അവിടുന്ന് ഒക്കെ പോയി സ്വല്പം എംസാൻഡും ഒക്കെ എടുത്തിട്ട് അവർ അന്ന് വഴി നന്നാക്കുന്ന വീഡിയോ ഞാൻ ഇട്ടതാണ്. അത് പത്രത്തിലുമൊക്കെ ആ വാർത്ത വന്നതാണ്. എന്നാൽ അതുകൊണ്ടൊന്നും ഇതുപോലെ ആയിരക്കണക്കിന് ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡിൽ അതുകൊണ്ടൊന്നും കാര്യമില്ലെന്നുള്ളൊരവസ്ഥയാണ്. കാരണം പെട്ടെന്ന് അതങ്ങ് പോയി. മഴയും കൂടെ വരുമ്പോഴത്തേനും കൂടുതൽ വെള്ളമൊഴുക്കും കൂടെ വരുന്നുണ്ട് ഇവിടെ. അതുകൊണ്ടാണ് കൂടുതൽ ഇത് നിൽക്കാതെ വരുന്നത്. ഇത് നല്ല രീതിയിൽ ഇത് ടാർ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവിടുത്തെ ഈ ദുരിതത്തിന് പരിഹാരമാകത്തുള്ളൂ. അതിന് ഒരു 3 ചാക്ക് സിമെൻറ്റിൻ്റെ കാര്യമുള്ളൂ. അതുപോലും മുടക്കാൻ പുതുപ്പള്ളി പഞ്ചായത്ത് തയ്യാറാവുന്നില്ല. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ്, 3.5 ലക്ഷം രൂപ മുടക്കി മഹാത്മാഗാന്ധിയുടെ പ്രതിമ പഞ്ചായത്ത് സ്ഥാപിച്ചു. 3 ചാക്ക് സിമെൻറ്റ് മേടിക്കാൻ പണമില്ല. മഹാത്മാവെ ഇവരോട് പൊറുക്കണമേ.